ഈ ശ്രം കാർഡ് ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ ശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ശ്രം കാർഡ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. അസംഘടിത മേഖലകൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ ശ്രം കാർഡ്. അപ്പോൾ നമ്മുടെ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്ററിൽ നിങ്ങൾക്കറിയാം 2021 അത് വളരെ വിപുലമായ ചടങ്ങോടുകൂടി നമ്മളത് ഇനാഗുറേഷൻസ് നടത്തുകയും അത് ഏകദേശം 1000-2000-ത്തിലധികം ആളുകൾക്ക് നമുക്ക് ഈ ശ്രം കാർഡ് എടുത്തു കൊടുക്കാനും സാധിച്ചു. അപ്പോൾ ഈ ശ്രം കാർഡ് നമ്മൾ വിവിധ ക്യാമ്പുകളിലും നമ്മുടെ സെൻറ്ററിൽ കൂടെയും മറ്റുമൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സെൻറ്ററിലും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വീഡിയോകളിലും കാണാം, എന്താണ് ഈ ശ്രം കാർഡ് കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഈ ശ്രം കാർഡുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണ് പെൻഷൻ കിട്ടുന്നത്, തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഈ പറഞ്ഞ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രം കാർഡും കൊണ്ട് 3000 രൂപ പെൻഷൻ ലഭിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പ് ഈ ശ്രം കാർഡ് ആർക്കൊക്കെയാണ് വേണ്ടുന്നത്, ആരാണ് ഇതിന് അർഹര്, ആർക്കൊക്കെയാണ് ഇതും കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാം. അസംഘടിത മേഖലകൾക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ശ്രം കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രം കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 അക്ക UAN നമ്പർ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ ശ്രം കാർഡ് ആർക്കൊക്കെയാണ് ഇനി അടുത്ത് എടുക്കാൻ സാധിക്കുന്നത്? അത് അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പലതരം ജോലികൾ, അതായത് കെട്ടിടത്തിൻ്റെ നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ തന്നെ പെയിൻറ്റിങ് തൊഴിലാളികൾ, പിന്നെ അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, പിന്നെ അതുപോലെ തന്നെ ഹോം മേക്കേഴ്സ്, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി അസംഘടിത മേഖലകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ശ്രം കാർഡ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ശ്രം കാർഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ശ്രം കാർഡ് എടുക്കുവാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത കാര്യം, അതായത് ഈ ശ്രം കാർഡ് എടുക്കുവാനായിട്ട് നമുക്ക് ആധാർ കാർഡ് വേണം. ആധാറിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ആയിരിക്കണം. ബാങ്ക് പാസ്ബുക്ക് വേണം. പിന്നെ നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ട് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് കോമൺ സർവീസ് സെൻറ്ററിലാണ്. അപ്പോൾ കോമൺ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് ബയോമെട്രിക് മൂല്യം എടുക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു കാര്യം, ഈ ശ്രം കാർഡ് ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കും? അപ്പോൾ ഒരു പ്രയോജനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഡേറ്റാബേസ് ഓൾറെഡി ഈ കാർഡിലുള്ളത് കൊണ്ട് ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ശ്രം കാർഡ് ഉള്ള സ്ത്രീകൾക്ക് ഇപ്പം ഗർഭകാല സമയത്ത് അവർക്ക് അംഗൻവാടിയിലും മറ്റും ഈ കാർഡ് ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും വേഗത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ PMSYM, അതായത് പ്രധാനമന്ത്രി മന്ദൻ യോജന എന്ന് പറയുന്നത് ഒരു സ്കീമാണ്. PMSYM, പ്രധാനമന്ത്രി മന്ദൻ യോജന എന്നുള്ള സ്കീമിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3000 രൂപ പെൻഷൻ എങ്ങനെ ഇതുമായിട്ട് ലിങ്ക് ആവും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി മന്ദൻ യോജന സ്കീം, അപ്പം അത് PMSYM. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഷൻ നമുക്ക് കിട്ടുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ശ്രം കാർഡ് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് 15,000 രൂപയിൽ താഴെ വരുമാനമുള്ള ഒരു ജോലിയായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ള കാറ്റഗറിയിലുള്ള ആളുകൾ ാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള പെൻഷൻ പോലെ നമുക്ക് ഈ ശ്രം കാർഡ് കയ്യിലുണ്ടെന്ന് വിചാരിച്ച് ഈ പെൻഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ 3000 രൂപ പെൻഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ശ്രം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ശ്രം യോഗി പോർട്ടൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ശ്രമിൻ്റെ പോർട്ടലിൽ കയറിയാൽ ഇതിൻ്റെ ലോഗിൻ കാണാൻ സാധിക്കും, PMSYM. അപ്പോൾ അതിൽ നിങ്ങൾ ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 12 അക്ക UAN നമ്പർ, അതായത് ഈ ശ്രം കാർഡിൻ്റെ UN പോലത്തെ 12 അക്ക ഡിജിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ അംശാദായം, അതായത് ഇതിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു,
ഇതിനകത്ത് നമ്മൾ ചെറിയൊരു അംശാദായം അടയ്ക്കണം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ നമ്മൾ നാട്ടിലുള്ള ആളുകൾക്ക് 200 രൂപയും വെളിയിലുള്ള ആൾക്ക് 350 രൂപയും വെച്ച് നമ്മൾ അടച്ച് 60-ാമത്തെ വയസ്സിൽ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. ഇത് പക്ഷേ നമുക്ക് 18-ാമത്തെ വയസ്സിൽ മുതൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വെറും 55 രൂപ മാത്രം നിങ്ങൾ ഇതിൽ അടച്ചാൽ മതി. 55 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ആരംഭിക്കാം. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ നിങ്ങൾ 55 ഇടുമ്പോൾ ഗവൺമെൻറ്റും 55 ഇടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് നേരെ ഇരട്ടിയിട്ട് നിങ്ങൾക്ക് ഈ 3000 രൂപ 60-ാമത്തെ, അതായത് 40 വയസ്സ് വരെ നിങ്ങൾ അടയ്ക്കുക. 60-ാമത്തെ വയസ്സിൽ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് PMSYM എന്ന് പറഞ്ഞ സ്കീം. അപ്പോൾ ആ പദ്ധതിയിൽ നമുക്ക് ശ്രം കാർഡ് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ, അതായത് മറ്റുള്ള വേറെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഇതിൽ അംഗമായി അംശാദായം അടച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പ്രയോജനങ്ങൾ ലഭിക്കുന്ന അപകട ഇൻഷുറൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതെടുക്കുന്നതോടുകൂടി ഇതിനകത്ത് കവറായി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ വേറൊരു ചോദ്യം വരുന്നത്, ഈ 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? അപ്പം 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അംശാദായത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. 18 വയസ്സുള്ള വ്യക്തികൾക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രീമിയം, അതായത് 55 രൂപ മാത്രം നിങ്ങൾ അടച്ച് മുന്നോട്ട് പോകാം 40 വയസ്സ് വരെ. അതുപോലെ 18 കഴിഞ്ഞ ആളുകൾക്ക് ചെറിയൊരു വർധനവ് കാണും, 100 അങ്ങനെ ആ ഒരു റേഞ്ച് വരും. പിന്നെ 200 രൂപയാണ് ഏറ്റവും കൂടിയത് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു 38 വയസ്സ് 40 വയസ്സുള്ള ഒരാൾ ചേരുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പ്രീമിയം ആയിരിക്കും. അതായത് 225 രൂപ വെച്ചിട്ടാണ് അവർ അടയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അടയ്ക്കുമ്പോൾ ഈ 225 രൂപ തന്നെ സർക്കാരും അതിൻ്റെ കൂടെ ഇട്ട് അടയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ 60 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇതിനകത്ത് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ നമുക്ക് ഒന്നുമില്ലാതിരിക്കുന്നതിലും നല്ലതാണല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ 3000 രൂപ പെൻഷൻ നമുക്ക് അവസാന കാലത്ത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതിനകത്ത് ചേരാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രം പദ്ധതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ശ്രം പോർട്ടലിൽ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുവാനുള്ള ഗൈഡൻസ് എല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ PMSY എന്നുള്ള പദ്ധതിയിലൂടെ 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന സ്കീമിലും നിങ്ങൾക്ക് അംഗമാകാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രം പദ്ധതിയെക്കുറിച്ചും ശ്രം പദ്ധതിയിൽ 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന കാര്യങ്ങളുമാണ് ഇതുവരെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ SG ചാനലിൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ സ്കീം എന്ന് പറഞ്ഞ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് ചാർട്ട് ഉൾപ്പെടെയുള്ള വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ നമ്മൾ അതിന് റിപ്ലൈ ചെയ്ത് തരുന്നതാണ്. ലാസ്റ്റിൽ നമ്മുടെ ഈ പറഞ്ഞ ശ്രം കാർഡിൻ്റെ വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചതിനൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് എലിജിബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും. അവർക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.